ഹലോ എവരിവൺ, എല്ലാവർക്കും AZ അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അനന്ത്. ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പം MDS 2025 പുതിയ നോട്ടിഫിക്കേഷൻ വന്നു, അതിന് വിളിക്കാൻ പോകുന്നവരെ നിങ്ങളെല്ലാം അറിഞ്ഞു കാണുമല്ലോ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സംശയം ഉണ്ടായിരുന്നു. ഏതൊക്കെ ഭാഷകളിൽ നമുക്ക് അതിനെ എക്സാം ഒക്കെ അപ്പിയർ ചെയ്യാൻ പറ്റുന്നതിനെ കുറിച്ച് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു. അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ വൈകിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ SSCയുടെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നായിരുന്നു. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്, നോൺ ടെക്നിക്കൽ സ്റ്റാഫ് ആൻഡ് ഹവിൽദാർ CBIC CBN എക്സാമിനേഷൻ 2025 വന്നിരുന്നത്. അതേപോലെ തന്നെ ഡേറ്റ് ഓഫ് സബ്മിഷൻ ഫോർ ഓൺലൈൻ എക്സാമിനേഷൻ എന്ന് പറയുന്നത് 26/6/2025 മുതൽ 24/7/2025 വരെ ആയിരുന്നു അതിൻ്റെ സമയം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ്, അതായത് നിങ്ങൾ അപേക്ഷിക്കാൻ പോകുന്നവരാണ്, അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 24/7/2025 23 ഹവേഴ്സ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം 24-ാം തീയതിക്ക് മുമ്പായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അപേക്ഷകൾ സമർപ്പിക്കുക. അതിനിടയ്ക്ക് വരുന്ന സൈറ്റിനൊക്കെ വരുന്ന എററോ അല്ലെങ്കിൽ മറ്റേ ലാഗൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, മാറ്റാൻ പറ്റും. ഓക്കെ, അവസാന നിമിഷം കൊണ്ടുവന്ന് അയക്കാതിരിക്കുക. അതേപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് ആൻഡ് ടൈം ഫോർ മേക്കിംഗ് ഓൺലൈൻ ഫീ പേയ്മെന്റ്. ഓക്കെ, ഫീസൊക്കെ അടയ്ക്കുന്നതിനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് 25/7/2025 ഓക്കെ, അതേപോലെ തന്നെ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾ അപേക്ഷ ഈ സമയത്ത് എന്തെങ്കിലും കറക്ഷന് മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിലും അത് നിങ്ങൾക്ക് ദൂരീകരിക്കാനുള്ള സമയം എന്ന് പറയുന്നത് 29/7/2025 മുതൽ 31/7/2025 വരെയാണ് അതിനുള്ള സമയം എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ അപേക്ഷിക്കുന്ന സമയത്ത് എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്കുകളൊക്കെ നിങ്ങൾ അതിന് ശേഷം എടുത്തു വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ആ മിസ്റ്റേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാൻ പറ്റാ ഒരു അവസരമൊക്കെ തരുന്നുണ്ട്. അതാണ് 29/7/2025 മുതൽ 31/7/2025 വരെയുള്ള ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മൾ അപേക്ഷ അയച്ച സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അത് മാറ്റാൻ സാധിക്കും. അതേപോലെ തന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് 20 സെപ്റ്റംബർ മുതൽ 24 ഒക്ടോബർ 2025 വരെയാണ്. ഓക്കെ, 20 സെപ്റ്റംബർ മുതൽ 24 ഒക്ടോബർ 2025 വരെയാണ്. അപ്പൊ നമുക്ക് 20 സെപ്റ്റംബർ 24 സെപ്റ്റംബർ വരെ ആണ് എക്സാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പം എന്ത് ചെയ്യുക, ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. അതേപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ അയക്കുന്ന ബന്ധപ്പെട്ട അല്ലെങ്കിൽ പൈസ പോയി, പക്ഷെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒന്നും വന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് റെസിപ്റ്റ് കിട്ടുന്നില്ല, അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു എറർ നിങ്ങൾക്ക് അവിടെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ കാണുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ കാണുന്ന നമ്പർ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, അതിനുള്ള വഴികൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അടുത്ത വേക്കൻസിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ വേക്കൻസി നേരത്തെ ഒരു വീഡിയോ നമ്മൾ പറഞ്ഞതാണ്, എന്നാൽ ഒന്നുകൂടെ പറയാം. MDSന്റെ വേക്കൻസി എന്ന് പറഞ്ഞാൽ ആന്റിസിപ്പേറ്റഡ് ആണ്, അല്ലെങ്കിൽ വേക്കൻസി ബീങ് കളക്റ്റഡ് ആണ്. ഓക്കെ, അത് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതിന്റെ ബാക്കിയുള്ള ഹവിൽദാർ CBIC and CBN എന്ന് പറയുന്നത്, അതായത് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസും അതേപോലെ തന്നെ സെൻട്രൽ ബ്യൂറോ ഓഫ് നർക്കോട്ടിക്സും. ഓക്കെ, ഹവിൽദാറിലേക്ക് എടുക്കുന്നത് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസിലേക്കും സെൻട്രൽ ബ്യൂറോ ഓഫ് നർക്കോട്ടിക്സിലേക്കുമാണ് ഹവിൽദാറിന്റെ വരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, യൂണിഫോം പോസ്റ്റ് ആണത്. ഓക്കെ, അത് 1075 വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 1075 വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒരു ഓൾ ഇന്ത്യ വേക്കൻസിയാണെന്ന് പറയുന്നത്. ഓക്കെ, ഒരു സ്റ്റേറ്റ് മാത്രമുള്ളത് ഒരു ഓൾ ഇന്ത്യ വേക്കൻസിയാണ്. ഓക്കെ, അതേപോലെ തന്നെ MDSന്റെ എക്സാം എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, SSC എക്സാമിനേഷൻസ് ഒക്കെ എഴുതുന്നവർക്കാണെങ്കിൽ മനസ്സിലാവും. MDSന്റെ എക്സാംസ് എന്ന് പറയുന്നത് കൺസിസ്റ്റിംഗ് ഓഫ് എ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ CB ആയിരിക്കും. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ഒരു എക്സാമേ കാണത്തുള്ളൂ. അതേസമയം നിങ്ങൾ ഹവിൽദാറിനാണ് അപേക്ഷിച്ചിട്ടുള്ളെങ്കിൽ, അപേക്ഷിച്ചിട്ടുള്ളെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എഴുത്ത് പരീക്ഷ എന്ന് ചോദിച്ചാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻസ് ആണ്. ഓക്കെ, അതായത് CBT കൂടാതെ തന്നെ അല്ലെങ്കിൽ CBE കൂടാതെ തന്നെ എന്തുണ്ട്, നിങ്ങൾക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും ഉണ്ട്. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറെ നടക്കാനൊക്കെ 1600 മറ്റോ അങ്ങാണ്ട് ദൂരം നിങ്ങൾക്ക് നടക്കാനുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് പുഷപ്പ് പുള്ളപ്പ് അതേ അത്തരത്തിലുള്ള സ്റ്റാൻഡേർഡ്സുകളൊക്കെ ഉണ്ടല്ലോ. ആർമിക്കൊക്കെ പോയാണെങ്കിൽ അറിയാം അത്തരത്തിലുള്ള ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്. അതേപോലെ തന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ നീളം, വണ്ണം, ഹൈറ്റ്, ചെസ്റ്റ് അളവ് ഇതൊക്കെയാണ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതെല്ലാം അതിനകത്തും ഉണ്ട്. അപ്പൊ ഹവിൽദാറാണ് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് നോക്കുക. ഓക്കെ, നമ്മൾ പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഒരു വിചാരം എന്ന് പറഞ്ഞാൽ അത് ഇംഗ്ലീഷിലാണ് എഴുതുന്നത് എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല.
ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഡിഫോൾട്ട് ലാംഗ്വേജ് ആയിട്ട് നിങ്ങൾ കിടക്കും. പക്ഷെ നിങ്ങൾക്ക് എക്സാം ഒക്കെ എഴുതാൻ തുടങ്ങാൻ മുമ്പായിട്ട് നിങ്ങൾ പഠിക്കുന്നവർ എന്ത് ഇൻസ്ട്രക്ഷൻസ് തരും. ഓക്കെ, ആ ഇൻസ്ട്രക്ഷൻസ് തരുന്ന സമയത്ത് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആ കൊടുത്തിരിക്കുന്ന ലാംഗ്വേജ് ഇംഗ്ലീഷിൽ നിന്നും നിങ്ങൾക്ക് 13 റീജിയണൽ ലാംഗ്വേജസിലേക്ക് മാറ്റാം. ആ 13 റീജിയണൽ ലാംഗ്വേജസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ആസാമീസ്, ബംഗാളി, ഗുജറാത്തി, കന്നഡ, കൊങ്കണി, മലയാളം, മണിപ്പൂരി, മേത്തി, അതേപോലെ തന്നെ മറാത്തി, ഒഡിയ, പഞ്ചാബി, തമിഴ്, തെലുങ്കു ആൻഡ് ഉറുദു. ഓക്കെ, അതിനകത്ത് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് മലയാളം ഉണ്ട്. ഓക്കെ, മലയാളം ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് മലയാളത്തിൽ എക്സാം എഴുതണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മലയാളത്തിൽ തന്നെ എഴുതാം. ഓക്കെ, ഇംഗ്ലീഷ് നിങ്ങൾക്ക് പറ്റത്തില്ലെങ്കിൽ മലയാളത്തിൽ എഴുതാൻ പറ്റത്തുള്ളെങ്കിൽ മലയാളത്തിൽ തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇപ്പോൾ കൂടുതൽ ആളുകൾക്കും അറിയാത്തൊരു കാര്യമാണ് എന്ത്, മലയാളത്തിൽ എക്സാം എഴുതാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത്. നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എക്സാം തുടങ്ങുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യും, കുറച്ച് ഇൻസ്ട്രക്ഷൻസ് അതിനകത്ത് തരുന്നതായിരിക്കും. അതിനകത്ത് എന്ത് ചെയ്യും, ഡിഫോൾട്ട് ലാംഗ്വേജ് ആയിട്ട് ഇംഗ്ലീഷ് ആയിരിക്കും കിടക്കുന്നത്. അത് മാറ്റാൻ പറയുമ്പോൾ എന്താക്കാം, മലയാളം ആക്കാം. അതേപോലെ തന്നെ ചില ചോദ്യങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് തിരിച്ച് ഇംഗ്ലീഷിൽ പോകാനുള്ള ഒരു ഓപ്ഷൻ കൂടി അതിനകത്ത് തരുന്നുണ്ട്. അപ്പൊ അത് എക്സാമിനേഷൻസിനെ ബന്ധപ്പെട്ട് എന്ത് ചെയ്യും, മാറിക്കൊണ്ട് ഇരിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്തൊരു സംശയം ഉണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യാം, എക്സാം ഹാളിൽ കയറുന്ന സമയത്ത് എന്ത് ചെയ്യാം, അവിടേക്ക് ഇൻസ്ട്രക്ടറായിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നത് ആണ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മലയാളത്തിലും എന്ത് ചെയ്യാം, എക്സാം അറ്റൻഡ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ ആരും വിചാരിക്കുന്നത് ഇംഗ്ലീഷ് മാത്രമല്ല, മലയാളത്തിൽ എന്ത് ചെയ്യാം, നമുക്ക് SSCയുടെ എക്സാമിനേഷൻസ് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, എഴുതാവുന്നത് ആണ്. ഓക്കെ, അതേപോലെ തന്നെ ഇതേവരെ SSC MDS വേണ്ടി പഠിച്ചു തുടങ്ങാത്തവരാണ് നിങ്ങളെങ്കിൽ, ഓക്കെ, SSC MDS കുറിച്ച് ഒന്നും തന്നെ അറിയില്ല. അപ്പൊ SSC MDS ഹവിൽദാറിനെ കുറിച്ച് ഒന്നും തന്നെ അറിയില്ല, നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങിയിട്ടില്ല, നിങ്ങൾക്ക് സിലബസ് എന്താണെന്ന് അറിയില്ല, ഓക്കെ, SSC എന്താണെന്ന് പോലും അറിയില്ല. അപ്പൊ അങ്ങനെയൊക്കെ വളരെ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ AZB അക്കാഡമി ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. SSC MDS 2025 എന്ത് ചെയ്യുക, കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതിന് പ്രത്യേകത നോക്കുകയാണെങ്കിൽ ഫുൾ സിലബസ് കവറേജ് ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, സിലബസ് ഞങ്ങൾ മൊത്തം കവർ ചെയ്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതേപോലെ തന്നെ ലൈവ് ക്ലാസ്സുകൾ എല്ലാ ദിവസവും ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതാണ്. അതേപോലെ തന്നെ ലൈവ് കിട്ടാത്തവർക്കായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, റെക്കോർഡഡ് ക്ലാസ്സുകളും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, റെക്കോർഡഡ് ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ലൈവ് കിട്ടാത്തവരെ വിഷമിക്കേണ്ട, ലൈവ് കിട്ടാത്തവർക്ക് എന്തുണ്ട്, റെക്കോർഡഡ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇപ്പൊ എക്സാമിനേഷൻസ് ഒക്കെ നിങ്ങൾ എഴുതുന്നവരാണ്, നിങ്ങൾക്ക് അറിയായിരിക്കും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്താൽ ഇച്ചിരി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സ്മാർട്ടായ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാമിനേഷന്റെ കട്ട് ഓഫ് നമുക്ക് എന്ത് ചെയ്യാം, ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രീവിയസ് ഇയർ എന്ത് തന്നെയായാലും നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ കവർ ചെയ്യുന്നതായിരിക്കും. പ്രീവിയസ് ഇയർ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ മോക്ക് ടെസ്റ്റുകളും കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് അറിയാമായിരിക്കും, പെട്ടെന്ന് ഒരു എക്സാമിനേഷൻ നമ്മൾ സിലബസ് മൊത്തം കവർ ചെയ്ത് പോയിട്ട് നമുക്ക് എല്ലാം പഠിച്ചു എന്ന് പറഞ്ഞ് ചെന്നിരുന്നാൽ എന്ത് ചെയ്യണം, മോക്ക് ടെസ്റ്റുകൾ എഴുതാതെ നമുക്ക് നടക്കില്ല. കാരണം എന്താ പറഞ്ഞാൽ ഇതൊരു ടൈം ലിമിറ്റ് വെച്ചുള്ള എക്സാം ആണ്, അല്ലേ, ടൈം ലിമിറ്റ് വെച്ചുള്ള എക്സാം ആണ്. അതായത് നമ്മൾ പേപ്പർ തന്ന് എഴുതുന്ന എക്സാം അല്ല, ഇത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. ടൈം തുടങ്ങി ടൈം അവസാനിക്കുമ്പോൾ തന്നെ സിസ്റ്റം എന്ത് ചെയ്യും, ഓഫ് ആവുന്നതാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ടൈം ലിമിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, എക്സാമിനേഷൻ എഴുതി കഴിയണം. ഓക്കെ, അതിനുവേണ്ടി എന്ത് ചെയ്യണം, പ്രാക്ടീസ് വേണം. ആ പ്രാക്ടീസ് എവിടെ തരും, ഞങ്ങൾ തരും, മോക്ക് ടെസ്റ്റിലൂടെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓക്കെ, അതേപോലെ എക്സ്പെർട്ട് ഫാക്കൽറ്റികളാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സബ്ജക്റ്റുകൾ പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ ഇത് ദൂരീകരിച്ച് തരുന്നതായിരിക്കും. അതുകൊണ്ട് ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻസ് ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ അഫോർഡബിൾ ഫീസിൽ തന്നെ ഞങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് തരം ഡൗട്ട് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഞങ്ങളുടെ ഈ കോഴ്സ് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് AZB അക്കാഡമിയുടെ ആപ്പ് കിട്ടുന്നതാണ്. ഓക്കെ, പ്ലേ സ്റ്റോറിൽ ആപ്പ് സ്റ്റോറിലുമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതാണ്, ഞങ്ങളുടെ ആപ്പ് കിട്ടുന്നതാണ്, ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.